പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നിരവചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ, കേൾക്കുവാനും അനുസരിക്കുവാനും കൃപ നൽകിയാട്ടെ. മഹത്വം തിരുമീനെടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. കർത്താവിന്റെ പുനരാഗമനം എന്ന വിഷയത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ചിന്തയ്ക്ക് ആധാരമായി കഴിഞ്ഞ പ്രഭാതത്തിൽ വായിച്ചതായിട്ടുള്ള ഭാഗം ആവർത്തിക്കട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണല്ലോ വായിച്ചത്. എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതയെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണമാണ് ചുരുക്കമായി നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തി. 3 പ്രത്യക്ഷത. 1, അവൻ പ്രത്യക്ഷനായി. 2, അവൻ പ്രത്യക്ഷനാകുന്നു. 3, അവൻ പ്രത്യക്ഷനാകും. ഈ 3 പ്രത്യേക വിഷയങ്ങളിലൂടെ 9 കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടതായി കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തി. ഞാൻ ആ ഭാഗം അങ്ങനെ അവിടെ നിർത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ അക്ഷരികമായിരിക്കുന്ന വരവിനെ നിഷേധിക്കുന്നതായിട്ടുള്ള കുറച്ച് വേദചിന്തകന്മാര് ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. അവരുടെ ചിന്തയും കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തി. അതും ആവർത്തിക്കാതെ മുൻപോട്ട് പോകട്ടെ. യേശുക്രിസ്തു വരാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് 4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. 1, ബൈബിൾ തെറ്റ് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. 2, വിശ്വാസത്തിൽ മരിച്ച് പ്രത്യാശയോടെ മരിച്ച രക്തസാക്ഷികളുടെ ഭാവി അസ്ഥാനത്തായി പോകും. 3, യഹൂദ രാഷ്ട്രത്തിന്റെ ഭാവി ഇരുളടഞ്ഞതായി മാറും. ലോകത്തിന്റെ വീണ്ടെടുപ്പ് അസ്ഥാനത്തായി മാറും. 4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് ഈ രാവിലെ കടക്കുന്നില്ല. കാരണം പ്രധാനപ്പെട്ട പല ചിന്തകൾ മുൻപിലുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു രണ്ടാമത് വരും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ചില ചിന്തകൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ്. എന്നാൽ ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഒന്നാമതായിട്ട്, പഴയ നിയമ വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് പ്രവചിച്ചതായിട്ട് നാം വായിക്കുന്നു. യൂദാ അപ്പോസ്തലന്റെ ലേഖനം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഇവിടെ പഴയ നിയമത്തിലെ വിശുദ്ധനായിരിക്കുന്ന ഹാനോക്ക്, എടുത്തു പറഞ്ഞിരിക്കുന്ന ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് എന്ന് പറയുമ്പോൾ തലമുറകളെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുക്രിസ്തു വെളിപ്പെട്ടതായിരിക്കുന്ന തലമുറകളെ കുറിച്ചാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത് 7-ാം തലമുറക്കാരൻ. ഞാൻ ആ തലമുറ ഒന്ന് സൂചിപ്പിച്ച് മുൻപോട്ട് പോകാം. 7-ാം തലമുറക്കാരൻ ഹാനോക്ക്, 10-ാം തലമുറ നോഹ, 20-ാം തലമുറ അബ്രഹാം, 26-ാം തലമുറ മോശ, 62-ാം തലമുറയിൽ യേശുക്രിസ്തു. അങ്ങനെയാണ് തലമുറകളെ കുറിച്ച് നാം പഠിക്കുന്നത്. അതിൽ 7-ാം തലമുറയിൽപ്പെട്ട ഹാനോക്കിനെ കുറിച്ച് നമുക്കറിയാം. അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവൻ എടുത്തുകൊണ്ടതാൽ കാണാതെയായി. ദൈവം എടുത്തതായിട്ടുള്ള വ്യക്തിയാണ്. 7-ാം തലമുറക്കാരനിരിക്കുന്ന ഹാനോക്ക് പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന്റെ 2-ാം ആമുഖമായ മഹത്വ പ്രത്യക്ഷതയെ നേരിൽ കണ്ടു. അതാണ് പറഞ്ഞത്. ഇതാ എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ദൃശ്യമായിരിക്കുന്ന ഒരു കാര്യം നേരിൽ കണ്ടുകൊണ്ട് ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും എന്നുള്ളതായിരിക്കുന്ന പ്രഖ്യാപനം. ഇവിടെ യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന്റെ 2-ാം ആമുഖമായിരിക്കുന്ന മഹത്വ പ്രത്യക്ഷത 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ 7-ാം തലമുറയിൽപ്പെട്ട പഴയ നിയമ വിശുദ്ധൻ ഹാനോക്ക് യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ നേരിൽ കണ്ടതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന്റെ സാക്ഷികളായി കാണുന്നത് പഴയ നിയമ വിശുദ്ധന്മാരിൽ ഹാനോക്കാണ്. രണ്ടാമത്, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ മടങ്ങവരവിനെ കുറിച്ച് നേരിട്ട് കാണുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 6 മുതൽ വാക്യങ്ങളിൽ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. പഴയ നിയമ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന യെശയ്യാവ്
യേശുക്രിസ്തുവിന്റെ 1ഉം 2ഉം വരവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രവചന ദർശനമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ 2 പ്രത്യക്ഷതയെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രവചനത്തിന്റെ ദർശനമാണ് പ്രവാചകൻ നൽകിയിരിക്കുന്നത്. അതിൽ 1ാമത്തെ വരവിൽ 4 കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 9ാം അധ്യായത്തിന്റെ 6 മുതൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അതിൽ 1ാമത്തെ വരവിൽ സംഭവിച്ച 2 കാര്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന 1ാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനമാണ് അവിടെ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 2ാമത്തെ വരവ് നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള വിഷയമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം തോളിൽ ഉറപ്പിക്കുവാൻ, അഥവാ ലോകത്തിന്റെ മുഴുവൻ അധികാരം കയ്യിൽ ഉറപ്പിക്കുവാൻ അധികാരമുള്ളവനായി യേശുക്രിസ്തു 2ാമത് വരും എന്ന് പ്രവാചകൻ വെളിപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം ഉറപ്പിക്കുവാനായി യേശുക്രിസ്തു 2ാമത് മടങ്ങി വരും. ഈ ലോകത്തെ ഭരിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു നേതാവിന്റെയും ഒരു ഉന്നതന്മാരുടെയും കയ്യിൽ ആധിപത്യം ഉറപ്പിച്ചിട്ടില്ല, ഇനി ഉറപ്പിക്കുവാൻ സാധ്യവുമല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിന് മുഴുവൻ ആധിപത്യം തോളിൽ ഉറപ്പിക്കുവാനായി യേശുക്രിസ്തു രാജാവായി മടങ്ങി വരും എന്ന് പ്രവാചകൻ രേഖപ്പെടുത്തുകയാണ്. അവൻ അത്ഭുത മന്ത്രി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മന്ത്രിമാർ ഒരുപാടുണ്ട്. ഒരുപാട് പേര് ക്രമക്കേട് കാണിച്ചവരുണ്ട്, പിടിക്കപ്പെട്ടവരുണ്ട്, പിടിക്കപ്പെടാത്തവരുണ്ട്. എന്നാൽ അത്ഭുത മന്ത്രിയായി യേശുക്രിസ്തു ലോകത്തിലേക്ക് മടങ്ങി വരുമെന്ന് പ്രവാചകൻ പ്രവചിക്കുകയാണ്. വീരനാം ദൈവം, ദൈവങ്ങൾ ഒരുപാടുണ്ട്, വീരനാം ദൈവം ഒരുവൻ മാത്രമാണ്. ഞാൻ അത് ഓരോ വാക്കങ്ങ് പറഞ്ഞ് മുൻപോട്ട് വരാൻ ആഗ്രഹിക്കുകയാണ്. വീരനാം ദൈവം, പിന്നെ നിത്യപിതാവ്. പിതാക്കന്മാർ ഒരുപാടുണ്ട് ലോകത്തിൽ. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്, കാരണം ആ പിതാക്കന്മാരെല്ലാം മാറിപ്പോകുന്നവരാണ്. എന്നാൽ നിത്യത വരെയും നിത്യതയിലും നിലനിൽക്കുന്ന നിത്യപിതാവ് യേശുക്രിസ്തു മാത്രമാണ്. നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കുവാനായി, സമാധാനത്തിന്റെ പ്രഭുവായി യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരും. അന്താരാഷ്ട്ര സമാധാന വർഷമൊക്കെ ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചതായിട്ട് നമുക്കറിയാം. എന്നാൽ ലോകത്തിൽ എങ്ങും സമാധാനം നിലനിർത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ചിത്രം നമ്മുടെ മുൻപിൽ ഉണ്ട്. ഒരു ഉന്നത നേതാക്കന്മാർക്ക് പോലും സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല. അസ്വസ്ഥത പുകഞ്ഞിരിക്കുന്നതായിട്ടുള്ള ലോകത്തിന് മുൻപിൽ ഈ ലോകത്തിൽ സമാധാനത്തിന്റെ പ്രഭുവായി യേശുക്രിസ്തു മടങ്ങി വരും എന്ന് വളരെ വ്യക്തമായി പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. നിലനിൽക്കുന്ന ലോകാധിപത്യവും നിലനിൽക്കുന്ന സമാധാനവും സ്ഥാപിക്കുവാനായി യേശുക്രിസ്തു ലോകത്തിലേക്ക് മടങ്ങി വരും എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. നിത്യമായിരിക്കുന്ന രാജ്യത്വം, നീതിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു നല്ല രാജ്യം നിലനിർത്തും എന്ന് പ്രവാചകൻ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ 1ഉം 2ഉം വരവിൽ നിവർത്തിക്കപ്പെടേണ്ടതായിരിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രവചനമാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, 1, പഴയ നിയമ വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. 2, പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 11ാം അധ്യായത്തിന്റെ 5 മുതൽ വാക്യങ്ങളിൽ നാം വായിക്കുന്നതായിട്ടുള്ള ഭാഗം ഇപ്രകാരമാണ്. 11:5 മുതൽ, നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായ് കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസമൂഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പൊതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇത് 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടത്തിൽ നിവർത്തിക്കപ്പെടാൻ പോകുന്നതായിട്ടുള്ള ഒരു വലിയ സംഭവത്തെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ്.
യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ മഹത്വ പ്രത്യക്ഷതയോട് ചേർന്നുള്ളതായിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു നിഴൽ നോഹയുടെ പെട്ടകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനിതെല്ലാം ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഭാഗമാണ്. എന്നാൽ ചുരുക്കി പറയട്ടെ, നോഹയുടെ പെട്ടകത്തിൽ എല്ലാ ഇനത്തിൽപ്പെട്ടതായിരിക്കുന്ന ജീവജാലങ്ങൾ ഈരണ്ടായിട്ട് പ്രവേശിപ്പിക്കാനായിട്ട് സ്വർഗത്തിൽ അത് നോഹയോട് പറഞ്ഞു. നോഹയുടെ പെട്ടകത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നോക്കിയാൽ ഇത് തന്നെ കാണുവാനായിട്ട് കഴിയും. പരസ്പര കുലവൈരികളായിരിക്കുന്ന എല്ലാ ഇനങ്ങളിൽപ്പെട്ടതായിരിക്കുന്ന പക്ഷിമൃഗാദികൾ അതിനകത്ത് സുഖത്തോടെ സാഹോദര്യ അനുഭവത്തിൽ മുൻപോട്ട് പോകുന്ന നാം ശ്രദ്ധിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്കിവിടെയും കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനോട് ചേർന്ന് മഹത്വ പ്രത്യക്ഷതയിൽ 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടത്തിൽ സമത്വ സുന്ദരമായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാരിൽ സന്ദേശവാഹകനായിരിക്കുന്ന ഗബ്രിയേൽ, ദൂതന്മാര് പല ഗണമുണ്ട്, കോടി ദൂതഗണങ്ങളുണ്ട്. നമുക്ക് ക്രൈസ്തവ സമൂഹത്തിന് 2 പേരെ പരിചയമുണ്ട്, ഗബ്രിയേലും മീഖായേലും. മീഖായേൽ സൈന്യാധിപനാണ്, ഗബ്രിയേൽ എന്ന് പറയുന്നത് സന്ദേശവാഹകനാണ്. ദാനിയേൽ പ്രവചനത്തിലും മറ്റും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്ദേശവുമായി ഗബ്രിയേൽ ദൂതനെ ദൈവം അയക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഗബ്രിയേൽ ദൂതനെ കന്യകമറിയാമിന്റെ അടുക്കൽ അയക്കുകയാണ്. അയച്ചിട്ട് ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1:30 മുതൽ വാക്യങ്ങളിൽ നാം കാണുന്നത് കന്യകമറിയാമിന്റെ അടുക്കൽ ദൂതൻ വന്ന് പറയുന്നതായിട്ടുള്ള ഭാഗമാണ്. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനിലൂടെ യുഗ പരിപാടികളിൽ നിവർത്തിച്ചെടുക്കേണ്ടതായിരിക്കുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ യേശുക്രിസ്തുവിന്റെ 1ഉം 2ഉം വരവിൽ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള ദൈവീകമായ പദ്ധതിയാണ് ഇവിടെ ദൂതൻ മുഖാന്തരം കന്യകമറിയാമോട് പറയും. അതിൽ 1-ാമത്തെ വരവിൽ 4 കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടതായി നാം മനസ്സിലാക്കും. നമുക്കറിയാം നിവർത്തിക്കപ്പെട്ടതായിരിക്കുന്ന 4 കാര്യങ്ങൾ. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അത് സംഭവിച്ചു. യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന് പേർ വിളിച്ചു. മാത്രമല്ല അവൻ വലിയവനാകും എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ യെരൂശലേം നഗര പ്രവേശനത്തിന്റെ സമയത്താണ് അവൻ വലിയവനാണെന്ന് ലോകം ദർശിച്ചത്. കാരണം യേശുക്രിസ്തുവിന്റെ 3 ആളത്വത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു യേശുക്രിസ്തുവിന്റെ യെരൂശലേം നഗര പ്രവേശന സമയത്ത് ലോകം ദർശിച്ചത്. അവൻ പ്രവാചകനാണ്, പുരോഹിതനാണ്, രാജാവാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, പൗരോഹിത്യം, യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്, ഈ 3 പദവികളും ഒരുപോലെ വെളിപ്പെട്ടതായിട്ടുള്ള സംഭവമായിരുന്നു യെരൂശലേം നഗരപ്രവേശന സമയത്ത്. അവിടെ ജനം ചോദിക്കുന്നു, ഇവൻ ആർ എന്നുള്ള ചോദ്യം. ലോകത്തിൽ ആ ചോദ്യം യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് ഉയർന്നു കേൾക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അവൻ വലിയവനായി. 2, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ചില വേദചിന്തകന്മാരിന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ അംഗീകരിക്കാത്ത ചില ചിന്തകന്മാരൊന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വ്യക്തമായ തെളിവുകളോടുകൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ വലിയവനാകും, അത്യുന്നത പുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് 100% അല്ല 101% ഭയത്തോടെ വിശ്വസിക്കുന്നവൻ പിശാചാണ്. ഇവിടുത്തെ ചിന്തകന്മാർ പലരും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും പിശാച് 100% യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, യേശു ഗദരദേശത്തൂടെ കടന്നു വരുമ്പോൾ കല്ലറയിൽ നിന്ന് ഒരുവൻ ഇറങ്ങി വരും. അവനുമായി സംസാരിക്കുമ്പോൾ യേശുവിനോട് സാത്താൻ പറയുന്നു, യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. യേശു മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്ന്, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്ന് 100% വിശ്വസിക്കുന്നു. ഇവിടെ ഇതാ കന്യകമറിയാമിനോട് പറയുന്നു, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും.
അത് ഒന്നാമത്തെ വരവിൽ ഈ നാല് കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുകയാണ്. ഇനി രണ്ടാമത്തെ വരവിൽ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളാണ്. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിന്റെ സിംഹാസനത്തിൽ രാജാവായി ഇരിക്കുവാനായി യേശു രാജാവായി മടങ്ങി വരും. 2, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. യാക്കോബ് ഗൃഹത്തിന് നിത്യമായ രാജ്യത്വം നിലനിർത്തുവാനായി എന്നേക്കും രാജാവായിരിക്കേണ്ടതിന് യേശു മടങ്ങി വരും. മാത്രമല്ല അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുസ്ഥിരമായിരിക്കുന്ന രാജ്യഭരണം, ലോകത്തിന്റെ ഭരണം നിലനിർത്തുവാനായി യേശുക്രിസ്തു രണ്ടാമത് മടങ്ങി വരും എന്ന് ദൂതന്മാർ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ നിയമ വിശുദ്ധന്മാര്, പ്രവാചകന്മാര്, പുതിയ നിയമത്തിൽ ദൂതന്മാർ. മുമ്പേ നമ്മളിവിടെ പാഠമായി വായിച്ച വേദഭാഗം ആവർത്തിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ദൂതന്മാർ പറയുന്നതായിട്ടുള്ള ഭാഗം, യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 40-ാം ദിവസം യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ വെച്ച് ശിഷ്യന്മാർ കാണുകെ സ്വർഗാരോഹണം ചെയ്യുന്ന സമയം യേശു ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഉയരുമ്പോൾ വിവിധ വികാരങ്ങളോടുകൂടെ ശിഷ്യന്മാർ യേശുവിനെ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അടുക്ക് നിന്നുകൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഇവിടെ വായിച്ചത്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ അവിടെ സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനെ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇവിടെ 2 ദൂതന്മാരാണ് അവൻ വീണ്ടും വരും എന്ന് പറയുന്നത്. ഒരു ദൂതൻ കന്യാമറിയാമിന്റെ അടുക്കൽ പറഞ്ഞത് അക്ഷരീയമായി സംഭവിച്ചു എങ്കിൽ, ഇവിടെ 2 ദൂതന്മാർ വ്യക്തമായി പറയുന്നു, പോകുന്നവനായ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. 2 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കുമെന്ന് പ്രമാണത്തിൽ മോശ മുഖാന്തരം സ്വർഗത്തിൽ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഏത് കാര്യത്തിന്റെ 2 പേരുടെ സാക്ഷിയാൽ ഉറപ്പാകും എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിൽ ഇവിടെ 2 ദൂതന്മാർ പറയുന്നു, ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ നിയമ പ്രവാചകന്മാർ, വിശുദ്ധന്മാർ, ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കട്ടെ. റോമാലേഖനം, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ആ ഒറ്റ വാക്യത്തിൽ ഒരു വലിയ സംഭവ പരമ്പര തന്നെ പൗലോസ് പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഇസ്രായേൽ ജനതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു വലിയ പ്രവചന പ്രഖ്യാപനമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 4 കാര്യങ്ങളോടെ പറയുന്നുണ്ട്. 1, അവരുടെ ഭ്രംശം. 2, ലോകത്തിന് നിരപ്പ്. 3, അവരുടെ അംഗീകരണം. 4, മരിച്ചവരുടെ ഉയർപ്പ്. ആ ഒരു വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോടനുബന്ധിച്ചുള്ളതായിരിക്കുന്ന നടക്കപ്പെടേണ്ടതായിട്ടുള്ള 4 കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. ആവർത്തിക്കട്ടെ. 1, അവരുടെ ഭ്രംശം. 2, ലോകത്തിന് നിരപ്പ്. 3, അവരുടെ അംഗീകരണം. 4, മരിച്ചവരുടെ ഉയർപ്പ്. ഞാൻ അതിന്റെ 1-2 വിഷയങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിനെ തന്റെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുമ്പോൾ യെരൂശലേം ദൈവാലയത്തിന് സമീപത്തുമ്പോൾ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ആലയത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് വിശദീകരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യെരൂശലേം ദൈവാലയത്തെക്കുറിച്ചുള്ള അഭിമാനത്തോടുകൂടിയുള്ളതായിരിക്കുന്ന അവരുടെ സംഭാഷണം ശ്രദ്ധിച്ച കർത്താവ് അവരോട് പറയുന്നു, ഇത് ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരുന്നു എന്ന് പറഞ്ഞാൽ ഇടിച്ചു കളയും എന്നാണ് പറഞ്ഞത്. വീണ്ടും ഒരു കാര്യം കൊണ്ട് ഇതിനോട് ചേർത്ത് പറയട്ടെ. 27-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 24 മുതൽ വാക്യങ്ങൾ, ആരവാരം അധികമാകുന്നല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു.
അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തുവിനെ വിസ്തരിച്ച ഒടുവിലായി ന്യായാധിപൻ വിധി പറയുന്നു, ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവുമില്ല, ഈ മനുഷ്യൻ നീതിമാനാണ്. അവിടെ വേറൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നിരിക്കട്ടെ. ന്യായാധിപൻ വിധി പറയുന്നു, പ്രതി എന്ന് ആരോപിക്കപ്പെട്ടയാൾ നിരപരാധിയാണ്. ഏത് രാജ്യത്തിന്റെ കോടതിയുടെ നിയമം അനുശാസിക്കുന്നുണ്ട്, ജഡ്ജിമെന്റ് നിരപരാധി എന്ന് പറഞ്ഞതായിട്ടുള്ള ആൾ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളത്. അത് ദൈവിക പദ്ധതിയുടെ ഒരു വലിയ വിഷയമാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ആ ഭാഗം വിടട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് യെരൂശലേം ദൈവാലയത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്രവചനം, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞതായിട്ടുള്ള യഹൂദ ജനതയുടെ ആ വലിയ പ്രഖ്യാപനം, ഇത് രണ്ടും കൂടെ ശ്രദ്ധിക്കുമ്പോൾ AD 70 തീത്തോസിന്റെ പടയാളികൾ യെരൂശലേമിനെ ആക്രമിക്കുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. യോസഫീസ് എന്ന ചരിത്രകാരൻ അതേക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്ന യെരൂശലേം ദൈവാലയം അഗ്നിക്കിരയാക്കി. തീത്തോസിന്റെ പടയാളികൾ യെരൂശലേമിനെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ്. യെരൂശലേം ദൈവാലയം അഗ്നിക്കിരയാക്കി. യെരൂശലേം ദൈവാലയം അഗ്നിയിൽ എരിഞ്ഞമരുമ്പോൾ അതിനുള്ളിൽ പതിച്ചിരുന്ന രത്നങ്ങളും സ്വർണങ്ങളും എടുക്കുവാനായി തീത്തോസിന്റെ പടയാളികൾ അടിസ്ഥാന കല്ല് വരെ ഇളക്കി. യേശുക്രിസ്തു പറഞ്ഞു, ഇത് ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരുന്നു എന്ന് പറഞ്ഞാൽ ഇടിച്ചു കളയാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അത് AD 70 സംഭവിക്കുകയാണ്. മാത്രമല്ല, ആ സമയത്ത് തീത്തോസിന്റെ പടയാളികൾ ലക്ഷക്കണക്കായ യഹൂദനെ വാളിന്റെ വായ്ത്തലയാൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടി. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, കുതിരയുടെ കാലുകളിൽ വാളുകൾ ഫിറ്റ് ചെയ്തിട്ട് ലക്ഷക്കണക്ക് യഹൂദന്മാരെ തെരുവീതിയിൽ ഇറക്കി വിട്ടിട്ട് കുതിരകളെ ആ കൂട്ടത്തിലേക്ക് പായിക്കുകയാണ്. ആ കുതിരയുടെ കാലുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന വാളുകളിലൂടെ ലക്ഷക്കണക്കായ യഹൂദൻ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു. യഹൂദന്റെ രക്തം കുതിരയുടെ കടിവാളോളം ഉയർന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. രക്തപ്പുഴയോട് ഒഴുകുകയാണ്. അപ്പോൾ യെരൂശലേം ദൈവാലയത്തിന്റെ നാശം, ഈ രക്തം ഒഴുകുന്നായിട്ടുള്ള ആ രക്തപ്പുഴ, ഇത് AD 70 സംഭവിക്കുകയാണ്. മാത്രമല്ല, അന്ന് യഹൂദൻ ചിതറപ്പെടുകയാണ്. ലോകത്തിന്റെ എല്ലാ വൻകരകളിലേക്ക്, എല്ലാ രാജ്യങ്ങളിലേക്കും അവൻ ചിതറപ്പെട്ടു. അങ്ങനെ നമ്മുടെ കൊച്ചിയിലും അവരെത്തിയതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ഭ്രംശം AD 70 സംഭവിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതായിട്ടുള്ള ആ വലിയ പ്രവചനം, അവരുടെ ഭ്രംശം. രണ്ട്, ലോകത്തിന്റെ നിരപ്പ്. ലോകത്തിന്റെ നിരപ്പ് എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ 3 കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദൻ, ജാതികൾ, സഭ. യഹൂദനും സഭയല്ലാത്തവരെല്ലാം ജാതികളാണ്. അപ്പോൾ ഇവിടെ അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി എന്ന് പറഞ്ഞാൽ, ലോകം എന്ന് പറയുന്നത് ഈ ജാതികളെ കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ആ പ്രഖ്യാപനമാണ്. ജാതികളായിരുന്ന നമ്മെ, ജാതികളായിരിക്കുന്ന വലിയ കൂട്ടത്തെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് തന്റെ മക്കളാക്കി തീർക്കുന്ന ഒരു വലിയ പ്രക്രിയ ദൈവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു, സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ സ്വന്തമായി ഒലിവുമരത്തിൽ എത്രയധികമായി ഒട്ടിക്കും. നമ്മൾക്ക് ജാതികളായിരുന്ന കാട്ടുമരങ്ങളായിരുന്ന നമ്മെ നല്ല ഒലിവോടെ ഒട്ടിച്ചു ചേർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെയും പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള മറ്റൊരു ചിന്തയുണ്ട്. അതിന് ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റു, പരിച്ഛേദനക്കാരന്റെ പേരുള്ളവരാൽ അഗ്രയർഭക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാട് നടിച്ചവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനെ സൃഷ്ടിപ്പാനും ക്രൂശിന് വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോടെ നിരപ്പിപ്പാനും തന്നെ. ഇവിടെ ജാതികളായിരുന്ന നമ്മെ യേശുക്രിസ്തു രക്തത്താൽ ദൈവത്തോട് യോജിപ്പിക്കുകയാണ്. അപ്പോൾ യഹൂദൻ ചിതറപ്പെട്ടു,
അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ തള്ളിക്കളഞ്ഞു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു എന്നുള്ള കർത്താവിന്റെ ആ വലിയ പ്രഖ്യാപനം അന്വർത്ഥമാക്കി ജാതികളായിരുന്നു നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പൗലോസിന്റെ പ്രഖ്യാപനത്തിൽ അവരുടെ ഭ്രംശം 1, 2 ലോകത്തിന് നിരപ്പ്, ജാതികളായിരുന്നു നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. 3 അവരുടെ അംഗീകരണം. 1948 മെയ് മാസം 14 ഇസ്രായേലിനെ ഐക്യരാഷ്ട്ര സംഘടന രാജ്യമായി അംഗീകരിച്ചു. ശ്രദ്ധിക്കണമേ, AD 70 രാജ്യം നഷ്ടപ്പെട്ട യഹൂദനെ 48 മെയ് മാസം 14 ഐക്യരാഷ്ട്ര സംഘടന രാജ്യമായി അംഗീകരിച്ചു. എന്നിട്ടും അറബ് രാജ്യങ്ങളും PLOയും അവരെ അംഗീകരിച്ചിരുന്നില്ല. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന കൊല ചെയ്യപ്പെട്ട ശ്രീമാൻ റബീനും PLOയുടെ നേതാവായിരുന്ന പ്രസിഡന്റായിരുന്ന ശ്രീമാൻ യാസർ അറാഫത്തും തമ്മിൽ ഒരു സമാധാന സന്ധി ഒപ്പുവെച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ സന്ധി ഒപ്പുവെച്ചപ്പോൾ ലോകം ശ്രവിച്ച ഒരു വാർത്തയുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, അറബ് രാജ്യങ്ങളും PLOയും ഇസ്രായേലിനെ രാജ്യമായി അംഗീകരിച്ചു എന്നുള്ളതാണ്. പൗലോസ് പറഞ്ഞു, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അങ്ങനെയെങ്കിൽ ഇനിയും പ്രധാനമായും നിലനിൽക്കുന്ന ഒരു വിഷയം മരിച്ചവരുടെ ഉയർപ്പാണ്. മരിച്ചവർ ഉയർക്കണമെങ്കിൽ എന്തു സംഭവിക്കണം? പൗലോസ് തന്നെ രേഖപ്പെടുത്തുന്ന തെസ്സലോനിക്ക രംഗത്തിൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിന്റെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ കർത്താവിന്റെ കാഹള ശബ്ദം മുഴങ്ങുവാൻ സമയമായിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും രേഖപ്പെടുത്തുന്ന കർത്താവിന്റെ പുനരാഗമനത്തിന് മുൻപായി നടക്കേണ്ടതായിട്ടുള്ള അതിപ്രധാനമായിരിക്കുന്ന മറ്റൊരു വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങളിൽ നാം ഇപ്രകാരം ശ്രദ്ധിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളവുകയും ഞെട്ടിപ്പോകുകയും അരുത്. അടുത്തത്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ വെളിപ്പെടുകയും വേണം. ഇവിടെ നാശയോഗ്യൻ, അധർമ്മമൂർത്തി അർത്ഥാൽ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് എന്തു സംഭവിക്കണം എന്നുള്ള രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ചുള്ള ഒരു വലിയ ആലോചന നൽകി പൗലോസ് 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് പറയുന്നത്, ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. VIPs വരുന്നതിന് മുമ്പ് അവരുടെ ആളുകൾ അവർ വഴിയൊരുക്കുവാനായിട്ട് കടന്നു വരും. യേശു ക്രിസ്തു കടന്നു വരുന്ന മുൻപായി ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നു, യോഹന്നാൻ എന്ന് പേർ. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നേക്കാൾ വലിയവൻ, അവന്റെ ചെരുപ്പിനെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അത് യോഹന്നാൻ വിളിച്ചു പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ വന്നതായിട്ടുള്ള യോഹന്നാൻ. നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ വരുമ്പോൾ അവർക്ക് വഴിയൊരുക്കുവാനായി അവരെ ആളുകൾ നേരത്തെ വന്ന് സ്ഥല പരിശോധന നടത്തി ക്രമീകരണം ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തു ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കണം. അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിനിടയിലാണ് വിശ്വാസത്യാഗം സംഭവിക്കേണ്ടത്. കഴിഞ്ഞ രാവിലെ ഓർമ്മപ്പെടുത്തിയതുപോലെ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ പൂർണ്ണമായ വിശ്വാസമില്ല, അക്ഷരികമായ ഒരു വിശ്വാസമില്ല. മന്ന എന്ന് പറയുന്നത് ഒരു ഇനം ചെടിയുടെ കറയാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നു. ചെങ്കടൽ വറ്റിച്ചത് വേലിയേറ്റുവാൻ പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തിലെ 4 പുസ്തകങ്ങൾ വിശ്വസനീയമല്ല. അത് എടുത്തു പറഞ്ഞ ഉൽപ്പത്തി, ദാനിയേൽ പ്രവചനം, യോബ്, വെളിപ്പാട്, ഈ 4 പുസ്തകങ്ങൾ വിശ്വസനീയമല്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഇങ്ങനെ ദുരുപദേശം പഠിപ്പിച്ചുകൊണ്ട് വേദവിപരീതമായ വിഷയം പഠിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്ന വലിയൊരു കൂട്ടം ഇന്ന് ക്രിസ്തീയ സമൂഹത്തിന് നേതൃനിരകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. പൗലോസ് പറയുന്നു, ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുവാൻ വെളിപ്പെടുകയും വേണം. ആകയാൽ നാശയോഗ്യൻ അധർമ്മമൂർത്തി വെളിപ്പെടുന്നതിന് മുമ്പായി അവന് വഴിയൊരുക്കുവാനുള്ളതായിരിക്കുന്ന വിശ്വാസത്യാഗികൾ ക്രൈസ്തവ സമൂഹത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും
അവൻ വെളിപ്പെടണം. ആര്? എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു പെടുന്നതിന് മുമ്പ് വഴിയിൽ തടുക്കുന്നവൻ നീങ്ങിപ്പോക മാത്രം വേണം. പരിശുദ്ധാത്മാവ് മാറണമെങ്കിൽ കർത്താവിന്റെ കാഹള ശബ്ദം മുഴങ്ങണം. അതിനുള്ള സമയത്തിലേക്ക് നാം അടുത്തിരിക്കുന്നു. ഞാൻ ഇവിടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാളെ രാവിലെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ആകയാൽ കർത്താവിന്റെ വരവിന്റെ സമയം വളരെ അടുത്തിരിക്കുന്നു. സംഭവങ്ങൾ നമ്മെ അറിയിക്കുന്നു. വേദപുസ്തകത്തിൽ അനേക തെളിവുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.